പാകിസ്ഥാനെ നല്ല ഒന്നാന്തരമായി ചൈന ചതിച്ചു. പാകിസ്ഥാൻ ഇത് തന്നെ വേണം. കാരണം ചൈന രക്ഷിക്കും, ചൈന തങ്ങൾക്കൊപ്പം ഉണ്ടാകും, തുർക്കിയിൽ നിന്ന് വന്ന കപ്പൽ രക്ഷിക്കും എന്നൊക്കെയായിരുന്നു പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലെല്ലാം തകർന്ന് പാളിസായി. തുർക്കിയിൽ നിന്ന് വന്ന പ്രതിരോധ കപ്പലിന് എന്ത് സംഭവിച്ചെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. എന്തായാലും പാകിസ്ഥാൻ വളരെ സമ്മർദ്ദത്തിലാണ്. പ്രത്യേകിച്ച് ചൈന പോലും പിന്മാറിയ അല്ലെങ്കിൽ ചതിച്ച സാഹചര്യത്തിൽ. അതായത് മലയാളത്തിൽ അടുത്തിറങ്ങിയ ചിത്രത്തിലെ നായക തുല്യമായ കഥാപാത്രത്തിന്റെ പേരായിരുന്നു സയ്യിദ് മസൂദ്. ഈ പേര് ജെയ്ഷെ തലവന്റെയും ലഷ്കർ മേധാവിയുടെയും പേര് കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കിയതെന്ന വാദം ശക്തമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഇത്തരം വാദങ്ങളെ സിനിമാ അണിയറക്കാർ തള്ളിക്കറിഞ്ഞു. അങ്ങനെ മലയാളികൾ ഈ സയ്യിദിനെയും മസൂദിനെയും ഇന്റർനെറ്റിൽ കൂടുതലായി തിരഞ്ഞു. ആ സയ്യിദിനും മസൂദിനും ഇരിക്കാനിടമില്ലാത്ത അവസ്ഥയാണ് ഇന്ത്യൻ സൈന്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ അടിമുടി തകർത്തു. അതിന്റെ പട്ടികയും പുറത്തുവിട്ടു. പ്രസിഷൻ സ്ട്രൈക്കാണ് നടത്തിയത്. കൃത്യമായി സ്ഥലങ്ങൾ ലോക്ക് ചെയ്തുള്ള തിരിച്ചടി. കൊളാട്രൽ ഡാമേജ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തിരഞ്ഞെടുത്തത് എന്ന് ഇന്ത്യൻ സൈന്യം പറയുന്നു. പൊതുജനത്തിന് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയൊന്നും ലക്ഷ്യമിട്ടിട്ടില്ല. അതീവ സൂക്ഷ്മതയോടെയായിരുന്നു ആക്രമണം. ആ ശസ്ത്രക്രിയ നടത്തുന്നതത്ര ക്ലിനിക്കൽ കൃത്യതയോടെ. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യൻ സേന നടത്തിയിട്ടുമുണ്ട്. ജമ്മു കശ്മീരിലും ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദനം അർപ്പിച്ചുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും ജമ്മു കാശ്മീരിലുള്ളവർ തള്ളിപ്പറയുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് അവരും അംഗീകരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ കൊളാറ്ററൽ ഡാമേജ് പാകിസ്ഥാന് സംഭവിക്കുകയാണെന്നതാണ് വസ്തുത. അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം തകർക്കുന്നതായിരുന്നു ഇന്ത്യൻ സൈന്യം ആദ്യം പ്രാധാന്യം കൊടുത്തത്. 2019 പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് മുതൽ ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. 2019 ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ബഹാവൽപൂരിലെ സുബ്ഹാൻ അല്ലാഹ് ക്യാമ്പും ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. ഇവിടെ വച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകരർക്ക് വേണ്ട എല്ലാ പരിശീലനവും നൽകിയത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഈ സ്ഥലം. ഇവിടത്തെ തീവ്രവാദ ക്യാമ്പ് ഇന്ത്യ തകർത്തു. നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നാണ് സൂചന. മസൂദ് അസറിന്റെ താവളമാണ് ഇവിടെ. ഏതായാലും മസൂദ് അസറിന് താവളം നഷ്ടമായിരിക്കുന്നു. മസൂദ് അസറും ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനി ഹാഫിസ് സയ്യിദും മസൂദ് അസറുമാണ് കുറച്ചു കാലങ്ങളായി ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചത്. പാക് സർക്കാരിനെ നിയന്ത്രിക്കുന്ന എമ്പുരാന്മാരായിരുന്നു അവർ. ഇവരെ ഇന്ത്യ വകവരുത്തുമെന്ന ഭീതിയിൽ പല കഥകളും പാകിസ്ഥാൻ ഇറക്കി. തുർക്കിയിൽ നിന്ന് സൈനിക വിമാനം എത്തിയതുപോലും വാർത്തകളിലെത്തി. തുർക്കിയുടെ അത്യാധുനിക പ്രതിരോധ കപ്പൽ പാകിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയെന്നും കഥകളെത്തി. ഇതിനിടെയാണ് പാകിസ്ഥാനിലെ ഇന്ത്യയുടെ കടന്നാക്രമണം. തുർക്കി പ്രതിരോധ കപ്പലിനെ കുറിച്ച് ഇപ്പോൾ ആർക്കും ഒന്നും അറിയില്ല. ഇന്ത്യയുടെ ആക്രമണത്തിന് മറുപടി നൽകാൻ ചൈന നൽകിയ യുദ്ധവിമാനത്തിൽ പാകിസ്ഥാൻ പറന്നുയർന്നു. പക്ഷേ ആ യുദ്ധവിമാനത്തെ ഇന്ത്യയുടെ സ്വന്തം ആകാശ് മിസൈൽ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് മറ്റൊരു വസ്തുത. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ 70 പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ബുധനാഴ്ച പുലർച്ചെ നടന്ന അപ്രതീക്ഷിത ആക്രമണത്തിൽ 60-ലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും വിവിധ വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു. ഇതെല്ലാം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ നേതാക്കളായ അബ്ദുൾ മാലിക്, മുദസ്സിർ എന്നിവരും ഉൾപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്ന കൊടും ഭീകരരാണ് അബ്ദുൾ മാലിക്കും മുദസ്സിറും. ലഷ്കർ കേന്ദ്രമായ മുരുട്കയിലെ മർക്കസ് തൊയ്ബയ്ക്ക് നേരെ നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടത്. അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലത്താണ് ഈ ആക്രമണം നടന്നത്. കറാച്ചിയും ഇസ്ലാമാബാദുമെല്ലാം ആക്രമിക്കാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ടെന്ന് വിളിച്ചു പറയുക കൂടിയാണ് ഈ ആക്രമണത്തിലൂടെ. ആക്രമണത്തിൽ ഇന്ത്യ തകർത്ത പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രമാണ് മുരിഡ്. ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ഭീകര കേന്ദ്രം ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാന ഒളിത്താവളങ്ങളിൽ ഒന്നാണ്.
മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നാണ് റിപ്പോർട്ട്. ഹാഫിസ് സയ്യിദിനെയും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. മുരിക്കയിൽ ഈ ഭീകരൻ ഉണ്ടായിരുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. തങ്ദാർ സെക്ടറിൽ സവായ് ക്യാമ്പിലേക്ക് മിസൈലുകൾ പതിച്ചു. സൈന്യം സൂക്ഷ്മമായി ഏകോപിച്ച പദ്ധതിയിൽ 3 ലഷ്കർ കേന്ദ്രങ്ങൾ, 4 ജെയ്ഷെ കേന്ദ്രങ്ങൾ, 2 ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ എന്നിവയാണ് തകർത്തത്. ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ ആക്രമണത്തിന് പിന്നാലെ നീതി നടപ്പാക്കിയെന്ന് കരസേന പ്രതികരിച്ചു. പാകിസ്ഥാന് സേനാ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല എന്നും ഭീകരതാവളങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും സൈന്യം പറഞ്ഞു. എന്തായാലും ചൈനയുടെ യുദ്ധവിമാനങ്ങളൊക്കെ പറന്നു പൊങ്ങിയെങ്കിലും ഇന്ത്യയുടെ ആയുധക്കോപ്പിന് മുന്നിൽ, ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൈന നല്ല ഒന്നാന്തരം പടിയാണ് പാകിസ്ഥാന് കൊടുത്തത്. ഇനി രക്ഷയില്ല എന്ന് പാകിസ്ഥാന് മനസ്സിലായി. അതുകൊണ്ടാണ് വീണ്ടും പ്രകോപനമായ കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും, ഇനി തിരിച്ചടിച്ചാൽ പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്ന് ചൈനയ്ക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇന്ത്യയിലെ സൈനികരിലെ ചുണക്കുട്ടികൾ കൃത്യമായി കര, നാവിക, വ്യോമ സേനയിലെ സൈനികർ സംയുക്തമായി ചേർന്ന് നടത്തിയ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി അവർ തിരിച്ചു വരികയും ചെയ്തു. പാകിസ്ഥാനിലെ ഒരൊറ്റ ജനങ്ങളെ, സിവിലിയൻസിനെ അവർ ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഭീകര ക്യാമ്പുകൾ മാത്രമാണ് ലക്ഷ്യമിട്ടത്. 15 ദിവസം അതിനെക്കുറിച്ച്, 14 ദിവസം ഈ ഭീകര ക്യാമ്പുകളെ കുറിച്ച് കൃത്യമായി നിരീക്ഷിച്ച് അതിൻ്റെ ആസ്ഥാനം കണ്ടെത്തി അതിൻ്റെ സ്ഥലത്ത് കൃത്യമായി മിസൈലുകൾ എത്തുന്ന രീതിയിലേക്ക് അതിനെ പരിശീലിപ്പിച്ച് അതിനെ കൃത്യതയോടെ അത് നിറവേറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വല്ലാത്ത ചതിയായിപ്പോയി. ചൈനയെ വിശ്വസിക്കരുത് എന്ന് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ മനസ്സിലായി കാണും. ഈ ഇന്ധനം നിറയ്ക്കാൻ വന്ന തുർക്കിക്ക് എന്ത് സംഭവിച്ചോ ആവോ? തുർക്കി ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോ? തുർക്കി കൊണ്ടുവന്ന കപ്പൽ എന്ത് ചെയ്തു? എന്തും നേരിടാൻ തുർക്കിയുടെ കപ്പൽ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് എത്തിക്കഴിഞ്ഞു, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തുർക്കിയുടെ കപ്പൽ ദാ വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ആ കപ്പൽ എവിടെ എന്നുള്ള ചോദ്യമൊക്കെയാണ്. ആ കപ്പൽ ആടി ഉലയുകയാണ്. പാകിസ്ഥാന്റെ കപ്പൽ ആടി ഉലയുകയാണ്. ആ കപ്പൽ മറിഞ്ഞ് വെള്ളത്തിലായി. ഇനി പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് രക്ഷയില്ല. ജീവൻ വേണമെങ്കിൽ ഒന്നുകിൽ അവിടം വിട്ട് പോവുക, ഇല്ലെങ്കിൽ സ്വയം മരണം ഏറ്റുവാങ്ങുക. അതാണ് നല്ലത്.